നമസ്കാരം. തൻ്റെ മകൾ ആത്മഹത്യ ചെയ്യില്ലെന്ന് ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തേവലക്കര സ്വദേശി അതുല്യയുടെ അമ്മ പറയുമ്പോൾ ഉയർന്നത് നിരവധി ചോദ്യങ്ങൾ. അതുല്യയുടെ ഭർത്താവ് സതീഷ് കടുത്ത മദ്യപാനിയായിരുന്നുവെന്നും മകളെ ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തിരുന്നതായി അമ്മ തുളസിഭായി പറഞ്ഞു. ഫ്ളാറ്റ് പൊട്ടി താക്കോലുമായാണ് സതീഷ് പുറത്തു പോകുന്നതെന്നും അവളെ നല്ലോണം മർദ്ദിക്കുമായിരുന്നുവെന്നും അതുല്യയുടെ പിതൃ സഹോദരനും പറഞ്ഞു. അതുല്യയുടെ മരണം കുഞ്ഞിനെ അറിയിച്ചിട്ടില്ല. അച്ഛനെ കുട്ടിക്ക് ഇഷ്ടമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടെ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നത്. സതീഷ് ഒരു സംശയരോഗിയായിരുന്നു. ഇതും അതുല്യയുടെ മരണത്തിൽ നിറയുന്നുണ്ട്. അതുല്യയുടെ കൊലപാതകമാകാമെന്ന നിഗമനത്തിലാണ് തേവലക്കരയിലെ ബന്ധുക്കൾ. അവൻ നല്ലോണം മദ്യപിക്കും, നല്ലോണം ഉപദ്രവിക്കുകയും ചെയ്യും. നാട്ടിൽ സതീഷിനെതിരെ പീഡന പരാതി നൽകിയതാണ്. എന്നാൽ 2 തവണ കൗൺസിലിംഗ് നടത്തിയാണ് പരാതി ഒത്തുതീർപ്പാക്കിയത്. ഇക്കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു. സ്വന്തം ഇഷ്ടത്തിലാണ് അതുല്യ ഷാർജയിലേക്ക് പോയത്. 30,000 രൂപയ്ക്ക് ഫ്ളാറ്റ് എടുത്താണ് അവളെ കൊണ്ടുപോയത്. ഞങ്ങളുടെ എതിർപ്പ് മറികടന്ന് മതിൽ ചാടിക്കടന്നാണ് സതീഷും 4-5 സുഹൃത്തുക്കളും ചേർന്ന് അതുല്യയെ കൊണ്ടുപോയത്. അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അഥവാ ഞാൻ ചത്താൽ അയാൾ എന്നെ കൊന്നതാണെന്ന് വിചാരിച്ചോണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അമ്മ പറഞ്ഞു. ഇന്നലെയാണ് ഷാർജ റോള പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിൽ അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വീട്ടുകാരുടെ പരാതിയിൽ സതീഷിനെതിരെ ചവറ തെക്കും ഭാഗം പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൊലപാതക കുറ്റം ചുമത്തിയാണ് കേസ്. അതുല്യയെ ഭർത്താവ് സതീഷ് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും കുടുംബം പുറത്തുവിട്ടിരുന്നു. അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സതീഷിനെതിരെ ചവറ തെക്കും ഭാഗം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സ്ത്രീധന പീഡനം, ശാരീരിക പീഡനം തുടങ്ങിയ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് എഫ്ഐആർ. മകൾ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ലെന്ന് അച്ഛൻ രാജശേഖരൻ പിള്ളയും പറഞ്ഞു. 12 വർഷം മുമ്പാണ് അതുല്യയും സതീഷും വിവാഹിതരായത്. 2 വർഷം മുമ്പ് അതുല്യ UAE-ലെത്തി. ഷാർജയിലെ ഒരു മാളിൽ മാർക്കറ്റിംഗ് പ്രൊമോട്ടറായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കെയാണ് മരണം. ഇവരുടെ സഹോദരിയും ഭർത്താവും ഷാർജയിലുണ്ട്. മരിക്കുന്നതിന് തലേന്ന് രാത്രി സഹോദരിയെ സന്ദർശിച്ച് ജോലി ലഭിച്ച വിവരം പങ്കുവച്ച് മടങ്ങിയതാണ് അതുല്യ. രാവിലെയാണ് മരണവാർത്ത അറിയുന്നത്. പുലർച്ചെ 3 അജ്മാനിൽ നിന്ന് ഫ്ളാറ്റിലെത്തിയ ഭർത്താവാണ് ഷാർജ പോലീസിനെ മരണവിവരം അറിയിച്ചത്. ജോലി കിട്ടിയതുകൊണ്ട് തന്നെ അതുല്യ സന്തോഷത്തിലായിരുന്നു. ഇതും കൊലപാതകത്തിനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. തൻ്റെ മകൾ കാര്യമില്ലെന്ന ചിന്ത അതുല്യയ്ക്കുണ്ടായിരുന്നു. എന്നാൽ മകളെക്കുറിച്ച് സതീഷ് ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല. അതിനിടെ ഭർത്താവ് സതീഷ് അതിക്രൂരമായി അതുല്യയെ പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. കസേര കൊണ്ട് അതുല്യയെ അടിക്കാൻ ശ്രമിക്കുന്നതിൻ്റെയും ശാരീരികമായി ഉപദ്രവിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സതീഷ് ബഹളം വെക്കുന്നതും അതുല്യ നിലവിളിക്കുന്നതും ഈ ദൃശ്യങ്ങളിലുണ്ട്. 10 വയസ്സുകാരിയായ ഏക മകൾ ആരാധിക നാട്ടിൽ അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ളയ്ക്കും അമ്മ തുളസിഭായിക്കും ഒപ്പമാണ് താമസിക്കുന്നത്. ശാസ്താംകോട്ട സ്വദേശിയും ദുബായിലെ കെട്ടിട നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറുമാണ് സതീഷ്. സതീഷും അതുല്യയും തമ്മിൽ വ്യാഴാഴ്ച വഴക്കുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ സതീഷ് അജ്മാനിലേക്ക് പോയി. അടുത്ത ദിവസം മടങ്ങിയെത്തിയപ്പോഴാണ് അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് പറയുന്നത്. സതീഷിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റതിന്റെ ചിത്രം അതുല്യ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചിരുന്നു. ഫ്ളാറ്റിന്റെ വാതിൽ പൂട്ടിയിട്ടാണ് സതീഷ് ജോലിക്ക് പോയിരുന്നതെന്ന് അതുല്യയുടെ ഷാർജയിലുള്ള സുഹൃത്തുക്കൾ ആരോപിച്ചു. സഹോദരി അഖില ഗോകുൽ അതുല്യയുടെ ഫ്ളാറ്റിന് സമീപമാണ് താമസിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും. 3 മാസം മുമ്പ് അതുല്യ നാട്ടിൽ വന്നിരുന്നു. മരണത്തിന് തൊട്ട് മുൻപുള്ള ദിവസവും ചില ചിത്രങ്ങളും വീഡിയോകളും അതുല്യ അടുത്ത ബന്ധുവിന് അയച്ചു നൽകിയിരുന്നു. ആ വീട്ടിൽ അതുല്യ അനുഭവിച്ചിരുന്ന മാനസിക ശാരീരിക പീഡനം വ്യക്തമാക്കുന്ന വീഡിയോകളാണ് പുറത്തു വന്നത്. അതുല്യയുടെ ശരീരത്തിൽ നിരവധി മർദ്ദനമേറ്റ പാടുകളും കാണാം. ഈ വീഡിയോയിലെല്ലാം തന്നെ ഒരു സൈക്കോയെ പോലെയാണ് ഭർത്താവ് പെരുമാറിയിരുന്നത്. ആക്രമണ സമയത്ത് പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ വീഡിയോയാണ് അതുല്യയുടേത് കൊലപാതകമാണോ എന്ന സംശയം ഉയർന്നത്. കൊന്നു കെട്ടിത്തൂക്കാനും സാധ്യത ഏറെയാണ്. മദ്യപിച്ചാൽ സതീഷ് മനുഷ്യമൃഗമായി മാറുമെന്നാണ് അടുപ്പക്കാരുടെ സാക്ഷ്യം.